ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് ആർക്കിടെക്ചർ ഡിസൈനറാണ്. ഞാൻ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കെച്ചപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. സിവിൽ ഫീൽഡിലെ മിക്കവാറും എല്ലാവർക്കും ഒരു പരിചയമുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കെച്ചപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്കെച്ചപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. കാരണം നമ്മളൊരു പേപ്പറിൽ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം എങ്ങനെ പെട്ടെന്ന് നമുക്ക് പേപ്പറിൽ വരച്ചെടുക്കാം, അത്രയ്ക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്കെച്ചപ്പിൽ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്കെച്ചപ്പിൽ വർക്ക് ചെയ്യുന്ന ഫുള്ള് ഇതേപോലെ ഐസോമെട്രിക് വ്യൂവിൽ ഇട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. നമുക്ക് ഇതിന്റെ ഓരോ പോർഷൻസും ഓരോ മുക്കും മൂലയും നമുക്ക് കൃത്യമായി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇപ്പം ഇതുപോലെ ഒരുപാട് പ്ലഗിൻസ് ഒക്കെ മുകളിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നുമെങ്കിലും വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ സ്കെച്ചപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ 8 വർഷമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതും എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു സ്കെച്ചപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഒരു വീടിന്റെ മോഡൽ ചെയ്ത് അതിന്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനെ റെൻഡർ ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുമോ, നമ്മളത് എങ്ങനെ ഓരോ വ്യൂവിലും നമ്മൾ പോയി കാണുമോ അതേപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇത് അതേപോലെ തന്നെ അതിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങൾ ഓരോ ഡോറിന്റെ സൈസുകളോ വിൻഡോയുടെ സൈസുകളോ എല്ലാം നമുക്ക് 3Dയിൽ തന്നെ മാർക്ക് ചെയ്യാനും ഈ സ്കെച്ചപ്പിൽ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വ്യൂ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു വീടിന്റെ ഇന്റീരിയർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, അതിന്റെ പല വ്യൂ ആണ്. ലിവിംഗ് ഏരിയ, ഓപ്പൺ കിച്ചൺ, അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ, സ്റ്റെയർ കേസ്, ഇതെല്ലാം നമ്മൾ ഈ റെൻഡർ ചെയ്തിരിക്കുന്നത് മോഡൽ ചെയ്തിരിക്കുന്നത് സ്കെച്ചപ്പിലാണ്. നമ്മൾ ഇതിന്റെ എൻസ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. സ്കെച്ചപ്പിന്റെ തന്നെ ഒരു പ്ലഗിനാണ്, റെൻഡർ പ്ലഗിനാണ് എൻസ്കേപ്പ് എന്ന് പറയുന്നത്. ഈ ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് റെൻഡർ ചെയ്തിരിക്കുന്നത് എൻസ്കേപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ലൂമേളിൽ. ഈ 3 സോഫ്റ്റ്വെയർസിന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു വീടിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ കൂടെ നമ്മൾ ഈ 6 സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഓട്ടോക്യാഡിലാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. ആ ഓട്ടോക്യാഡിൽ വരച്ച പ്ലാനെ സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ മോഡൽ ചെയ്യുന്നു, അതിന്റെ ഇന്റീരിയർ റെൻഡറിങ് ആൻഡ്സ്കേപ്പ് ചെയ്യുന്നു, എക്സ്റ്റീരിയർ റെൻഡറിങ് ലൂമിനേറ്റ് ചെയ്യുന്നു. ഇപ്പൊ 4 സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ് ആയാലും. അതേപോലെ തന്നെ വീറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ചെയ്യുമ്പോഴാണെങ്കിലും എക്സ്റ്റീരിയർ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വീറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് മെറ്റീരിയൽ എഡിറ്റിങ്ങിന് ഭയങ്കരമായിട്ട് യൂസ്ഡ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ പ്ലഗിൻ ആയിക്കോട്ടെ, അസറ്റ് എഡിറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഈ എല്ലാ സോഫ്റ്റ്വെയറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് വീറ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ വീറ എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു വണ്ടർഷെയർ ഫിൽമോറയുടെ വീഡിയോ എഡിറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു വീഡിയോ റെൻഡർ ചെയ്യുകയാണ്, ഒരു ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലിവിംഗ് റൂം, കിച്ചൺ, ബെഡ്റൂം ഇതെല്ലാം റെൻഡർ ചെയ്ത് നമുക്ക് ഒരിക്കലും ഒറ്റ അടിക്ക് ഒറ്റ ഫ്രെയിമിൽ റെൻഡർ ചെയ്തെടുക്കാൻ പറ്റില്ല, ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിട്ട് റെൻഡർ ചെയ്തെടുത്തിട്ട് അതിനെ ഫൈനൽ നമ്മൾ വീഡിയോ എഡിറ്ററിൽ, ഫിൽമോറ വീഡിയോ എഡിറ്ററിൽ അതിന്റെ സ്മൂത്ത്നെസ്സും മൂവ്മെന്റ്സും ജോയിൻ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഈ ഫിൽമോറയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി.